നവകേരള നിർമ്മിതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് യുവതലമുറയുടെ പങ്കാളിത്തമെന്ന വലിയൊരു ലക്ഷ്യത്തിലും സ്വപ്നത്തിലും ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രിയുമായി യുവജനങ്ങൾ നേരിട്ട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടി നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ പരിപാടി ഇന്ന് നടക്കുകയുണ്ടായി. മതനിരപേക്ഷത സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയിൽ പറഞ്ഞത്. നോക്കാം, ധ്രുവൻ ചക്രവർത്തി സമഗ്ര വിവരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കാവ്യ, നവകേരള സദസ്സിന്റെ തുടർച്ചയായി വിവിധ വിഭാഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയമാണ് മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു ആശയവിനിമയം. ഇന്ന് തലസ്ഥാനത്ത് യുവജനങ്ങളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. സമൂഹത്തിലെ യുവജനങ്ങളുടെ സമസ്ത വിഭാഗങ്ങളുടെയും പരിച്ഛേദമായി തലസ്ഥാനത്ത് നടന്ന ഈ മുഖാമുഖം പരിപാടി അക്ഷരാർത്ഥത്തിൽ മാറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണ ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ഡെലിവറി ബോയ് മുതൽ ഈ യുവശാസ്ത്രജ്ഞർ വരെ, ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ, സാഹിത്യ രംഗത്തെ പ്രമുഖർ, പുതിയ സംരംഭകർ, രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ടവർ, അങ്ങനെ കേരളത്തെ നൂതനമായി മുന്നോട്ട് നയിക്കാൻ എന്തൊക്കെയാണ് യുവജനങ്ങളിൽ നിന്ന് കേരളം സംസ്ഥാന സർക്കാർ സ്വാംശീകരിക്കുന്നത്, ഇതിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് എന്ന തരത്തിലുള്ള വിശദമായ ചർച്ചകൾ, അവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒക്കെ ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രി 9:30 തന്നെ പരിപാടി സ്ഥലത്തേക്ക് എത്തി. അദ്ദേഹം ഒരു ആമുഖ പ്രഭാഷണത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത് കേരളത്തിലെ യുവതയുടെ പിന്തുണ കേരളത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്, ചരിത്രം തിരുത്തിക്കുറിക്കുന്നത് യുവത്വമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് യുവതയുടെ പിന്തുണയാണ് കേരളത്തിന് വേണ്ടത് എന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രി നടത്തി. ഒപ്പം തന്നെ കേരളം ഏറ്റെടുത്ത പദ്ധതികളുണ്ട്, പല പദ്ധതികളെയും വിമർശിക്കുന്നുണ്ട്. അതൊക്കെ കേരയിൽ പോലെയുള്ള പദ്ധതി, ക്യാമറ കൊണ്ടുവന്നപ്പോഴുണ്ടായ വിമർശനം, ഇവയൊക്കെ അതിജീവിച്ച് യുവത ലോക നിലവാരത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ യുവജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണ ആവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടത്. യുവാക്കളാണ് നാടിൻ്റെ മുഖം. ആ മുഖം വാടാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ആ മുഖം വാടിയാൽ വരും തലമുറകളുടെ കാര്യമാകെയാണ് ഇരുളിലാവുക. അത് സഹിക്കാൻ കഴിയുന്നില്ല. ക്യാമറ സംവിധാനം അത് നടപ്പാക്കിയപ്പോൾ എന്തെല്ലാം പുകരാനുണ്ടായത് എന്ന് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. എന്നാൽ റോഡ് അപകടങ്ങളും ജീവഹാനിയും കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഈ മുഖാമുഖം പരിപാടിയിൽ എത്തിയവർ വിവിധ കോണുകളിൽ നിന്ന് ഉള്ളവരാണ്. കാവ്യ, പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ഈ മുഖാമുഖം പരിപാടിയിലെത്തിയിരുന്നു. അവർ ഈ കേവലമായി പങ്കെടുക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. കായിക താരങ്ങൾ പങ്കെടുത്തിരുന്നു, ശാസ്ത്രജ്ഞർ, അതോടൊപ്പം തന്നെ പുതിയ സംരംഭകർ, ചലച്ചിത്ര രംഗത്തൊക്കെ തന്നെ ഭാവി വാഗ്ദാനമായിട്ടുള്ള പലരും, ഗായകർ, അവരൊക്കെ തന്നെ ഒരു പുതിയ അനുഭവമായാണ് ഈ മുഖാമുഖം പരിപാടി ഏറ്റെടുത്തത്. അവരൊക്കെ തന്നെ അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നവീന ആശയമാണ്. വികസനത്തിൽ ജനാധിപത്യ സങ്കല്പത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളോട് എങ്ങനെയാണ് വികസനം വേണ്ടത്, പുരോഗതി വേണ്ടത് എന്ന ആശയവിനിമയം നടത്തുന്നു. ആ കാര്യത്തിൻ്റെ സ്വീകാര്യതയും ഈ പരിപാടിക്ക് ലഭിക്കുകയുണ്ടായി. അത് നല്ലൊരു കാര്യമല്ലേ, എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ സംഭവിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല CM ആയിട്ട് ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മൊമെൻ്റാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒന്നാണ്. നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ച്, ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയോട്, അത് ആ മാറ്റാൻ കഴിവുള്ള, അതിന് അവസരമുള്ള ഒരു വ്യക്തിയോട് നമുക്കത് നേരിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ്, വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ കേരള സർക്കാരിന് ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. ഒരു സ്റ്റേറ്റ് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ അഭിപ്രായം തേടുന്നു എന്ന് പറയുന്നത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ഗവൺമെൻറ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ യുവാക്കൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് മുഖാമുഖം മുഖ്യമന്ത്രിയുടെ കൂടെ എന്തെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കേരളത്തിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഇവൻറ്റിൽ നമ്മളെ ഭാഗമാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ലൊരു ആശയമാണ്. കാരണം
എല്ലാവരും യുണീക്സ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവരുടെ അടുത്തുള്ള ഓൺ ടാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാലൻസിനെ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. പല എന്താ പറയുക സെക്ഷനിൽ നിന്നായതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും. പല മേഖലയിൽ നമുക്ക് ഇൻഡസ്ട്രിയിലായാലും അല്ലെങ്കിൽ കലാകായികമായാലും എന്തിനും യൂത്തുകാരുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റിയൊരു അവസരമാണിത്. അപ്പോൾ നമുക്കിത് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് 14 ജില്ലകളിൽ നിന്നും 2000-ഓളം യുവജനങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അവരൊക്കെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ പരിപാടിയിൽ ആദി മധ്യാന്തം പങ്കെടുക്കുകയും ചെയ്തു. അവർ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുവജനക്ഷേമ വകുപ്പിൻ്റെ ചുമതലയുള്ള സജി ചെറിയാനായിരുന്നു ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചത്. തലസ്ഥാനത്തെ 2 മന്ത്രിമാരായിട്ടുള്ള GR അനിലും ഒപ്പം തന്നെ V ശിവൻകുട്ടിയും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മേയർ അടക്കമുള്ള ആൾക്കാർ, VK പ്രശാന്ത്, ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതൃത്വം മുഴുവൻ ഈ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മുഖാമുഖം പരിപാടി ഇനിയും തുടരും. അടുത്ത മാസം മാർച്ച് മാസം 3-ാം തീയതി വരെ വിവിധ തരത്തിലുള്ള സെക്ഷനുകളായി ഈ പരിപാടി നടക്കുകയാണ്. ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിക്കാണ് ഇന്ന് തലസ്ഥാന നഗരം വേദിയായത്. തുടർ പരിപാടികളിലും ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം സർക്കാർ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി ആശയവിനിമയത്തിൻ്റെ പുതുവേദി തീർക്കുക, ആ വേദികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാവ്യ. ശരി, നിർമ്മൽ ചക്രവർത്തിയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.